വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവയെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ വനം വകുപ്പിന്റെ ശ്രമങ്ങൾ തുടരുന്നു. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ മയക്കുവെടി വെക്കുന്നതിൽ തിരിച്ചടിയാണ്. കൂട്ടിലാക്കാനുള്ള ശ്രമമാണ് നിലവിൽ തുടരുന്നത്. വയനാട്ടിൽ നിന്ന് രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഈ കടുവയെ നിലവിൽ വനവകുപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ കടുവയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കടുവ പരിക്കേറ്റ് അവശ നിലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മയക്കുവെടി വെക്കുന്ന ഒരു ശ്രമം നിലവിൽ വനവകുപ്പ് തുടരാത്തത്. ഏതായാലും മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ നിലവിൽ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ 3 കൂടുകൾ ഈ പ്രദേശത്ത് വനവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ കൂട്ടിൽ കടുവയെ അകപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് നിലവിൽ വനവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു ശ്രമം വിജയിക്കുമെന്ന് വനവകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പരിക്കുള്ള കടുവയാണ്. മയക്കുവെടി വെച്ചാൽ മറ്റു ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ ഈ കടുവയെ കെണിയിൽ അകപ്പെടുത്താനുള്ള ഒരു ശ്രമം വനവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമം ഇന്ന് തന്നെ വിജയത്തിലെത്താൻ കഴിയുമെന്ന് തന്നെയാണ് വനവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ കടുവയെ ഈ ഡ്രോൺ നിരീക്ഷണ ക്യാമറയിൽ കടുവയുടെ ദൃശ്യം വനവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുവ ഈ അതായത് വനമേഖലയിലേക്ക് കടന്നിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് വനവകുപ്പ് സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. എത്രയും വേഗത്തിൽ ഈ 3 കൂടുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ കടുവയെ എടുത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് നിലവിൽ DF അടക്കമുള്ള വനപാലക സംഘം പ്രകടിപ്പിക്കുന്നത്. ജനങ്ങളുടെ ആശങ്കയുണ്ട്, ജനങ്ങളുടെ പ്രതിഷേധമുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് വനവകുപ്പിന്റെ ഈ കടുവാ ദൗത്യം പുരോഗമിക്കുന്നത്.